ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. അന്യരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ആദ്യമായി പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ പുണ്യവാനും മഹാപരിശുദ്ധനുമായ സർവോപരി ദൈവസ്നേഹിയായ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഖബറിടം സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യഭൂമിയിൽ നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ പുതുക്കപ്പെട്ടവരായിട്ടാണ് നാം ഇപ്പോൾ ഈ ആലയത്തിലായിരിക്കുന്നത്. യെരുശലേമിൽ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച യേശുവിൻ്റെ ശിഷ്യന്മാരുടെ മേൽ, കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ജനതയുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവ് നമ്മുടെ മേലും ആവസിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ പെന്തിക്കോസ്തി പെരുന്നാളിൽ സംബന്ധിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്തോടുകൂടി ഈ ആലയത്തിലായിരിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകുമ്പോൾ അവൻ്റെ തിരുസന്നിധിയിൽ നന്ദിയോടുകൂടെ നമുക്ക് നിൽക്കാം. പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിച്ചു എന്നുള്ളതിന് എന്താണ് തെളിവ് എന്ന് പലപ്പോഴും നാം ചോദിച്ചേക്കാം. നമ്മുടെ പരിശുദ്ധരായ പിതാക്കന്മാർ പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്തിന് നിദാനമായി 3 തെളിവുകളെയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരുവനിൽ ആവസിച്ചിട്ടുണ്ടെങ്കിൽ അവനിൽ 3 തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും. ഒന്നാമതായി അവർ പഠിപ്പിക്കുന്നത് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടവനായി തീരും എന്നുള്ളതാണ്. വിശുദ്ധീകരണത്തിൻ്റെ നൽവരം പ്രാപിച്ചിരിക്കും. പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിച്ചിട്ടുണ്ടെങ്കിൽ വിശുദ്ധീകരണത്തിൻ്റെ നൽവരം നാം പ്രാപിച്ചിരിക്കും. അപ്പോസ്തല പ്രവൃത്തിയിൽ 2-ാം അധ്യായത്തിൽ നാം വായിച്ചതാണ്. കൂടിയിരുന്ന് പ്രാർത്ഥിച്ച ശിഷ്യസമൂഹത്തിന്മേൽ അഗ്നിജ്വാലകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമാകുന്നു. അഗ്നി ആകാശത്തു നിന്ന് പ്രത്യക്ഷമായി കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ മേൽ, ജനതയുടെ മേൽ ആവസിക്കുന്നു. അഗ്നിയെ പൊതുവെ സംഹാരകനായിട്ടാണ് നാം പരിചയപ്പെട്ടിട്ടുള്ളത്, നാം കേട്ടിട്ടുള്ളത്. എന്നാൽ സംഹാരകൻ എന്ന നിലയിൽ മാത്രമല്ല അഗ്നിയെ നാം കാണുന്നത്. വിശുദ്ധീകരിക്കുന്ന ഒരു തലം കൂടി അഗ്നിക്കുണ്ട്. പ്രത്യേകിച്ച് ഭാരത പാരമ്പര്യ പ്രകാരം ചിന്തിക്കുകയാണെങ്കിൽ അഗ്നി എന്നുള്ളത് ദേവനാണ്. സൂര്യൻ സഞ്ചരിക്കുന്ന അതിൻ്റെ കർമ്മമാർഗമാണ് അഗ്നി. ജീവന്റെ പ്രഭവസ്ഥാനമാണ്. മനുഷ്യന്റെ സൃഷ്ടിക്ക് കാരണമായ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് അഗ്നി എന്നാണ് ഭാരത പാരമ്പര്യം പഠിപ്പിക്കുന്നത്. അതുമാത്രമല്ല, സകല ശുഭകാര്യങ്ങളും തുടങ്ങുന്നത് അഗ്നിയെ സാക്ഷിയാക്കിക്കൊണ്ടാണ്. അഗ്നി സാക്ഷിയായി ആണല്ലോ വിവാഹവും അവരുടെ മറ്റു കാര്യങ്ങളും ഒക്കെയും നല്ല കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നത്. പ്രകാരം അഗ്നിക്ക് ഭാരത പാരമ്പര്യത്തിലും വളരെ സവിശേഷമായ ഒരു സ്ഥാനം തന്നെയാണുള്ളത്. പരിശുദ്ധ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോഴും അഗ്നി വിശുദ്ധീകരിക്കുന്ന ഒരു തലത്തിലാണ് നാം കാണുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ അഗ്നി ഈ ശിഷ്യന്മാരുടെ മേൽ ആവസിച്ചു, അവരെ വിശുദ്ധീകരിച്ചു. പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ നൽവരത്തിലേക്ക് ഒരുവൻ പ്രവേശിക്കുന്നു. വിശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഒരുവൻ കടന്നു ചെല്ലുന്നു. നമ്മുടെ അനുദിന ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം നമുക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ തെളിവ് ഇത് തന്നെയാണ്. നാം ഏവരും വിശുദ്ധീകരണം പ്രാപിച്ചവരായിരിക്കും. ഈ വിശുദ്ധീകരണത്തിൻ്റെ തോത് ജീവിതത്തിൽ എത്രയുണ്ട് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ് ഒരുവനിൽ ആവസിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പ്രകാശീകരിക്കപ്പെട്ടവനായി തീരും. പ്രകാശീകരണത്തിൻ്റെ നൽവരം അവനുണ്ടാകും. പ്രധാനമായും ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു.
ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അടുത്ത വാക്ക് ശ്രദ്ധാർഹമായി നാം വായിക്കേണ്ടതാണ്. അവിടെ കാണുന്നത് വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. അഗ്നിയായി പരിശുദ്ധാത്മാവ് ജീവിതത്തിൽ ഇറങ്ങുമ്പോൾ പ്രകാശമുണ്ടാകും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് ഈ ഉൽപ്പത്തി പുസ്തകത്തിലും കാണുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മേൽ പരിവർത്തിക്കുമ്പോൾ തുടർന്നുണ്ടാകുന്നത് എന്താണ്? പ്രകാശമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. അതേ അവിടെ പറയുവാൻ സാധ്യമാവുകയുള്ളൂ. പരിശുദ്ധാത്മാവ് പൊരുന്നി ആവസിക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്നത് വെളിച്ചമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണെങ്കിൽ, പരിശുദ്ധാത്മാവ് കൂടെയുള്ളവരാണെങ്കിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവം ആദ്യമായി ഉണ്ടാകണം. രണ്ടാമതായി പ്രകാശീകരിക്കപ്പെടുന്ന അനുഭവവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അഗ്നിയായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമ്പോൾ പ്രകാശീകരിക്കപ്പെടുന്ന അനുഭവം. നന്മയുടെ വെളിച്ചങ്ങളൊക്കെ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതാണ് ഈ കാലത്തിന്റെ പരാജയം. ഹൃദയത്തിൽ നന്മയുടെ വെളിച്ചങ്ങൾ ഏവർക്കും നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ നാം അറിഞ്ഞും അറിയാതെയും പലരുടെയും നേരെ മുഖം തിരിക്കുന്നത്, പലരോടും ക്രിസ്ത്യാനിക്ക് ഉചിതമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്നത്, പലരുടെയും സങ്കടങ്ങളിൽ നമുക്ക് യാതൊന്നുമില്ലാതെ പോകുന്നത്. ഹൃദയത്തിൽ നന്മയുടെ വെളിച്ചം നഷ്ടമാകുന്നത് കൊണ്ടാണല്ലോ. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ ആവസിച്ചിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഹൃദയത്തിലെ നന്മയുടെ വെളിച്ചം നഷ്ടമായി പോവുകയില്ല. നാം പ്രകാശമുള്ളവരായിരിക്കും. അന്ധകാരത്തോട് സഖ്യത കൂടാതെ, അന്ധകാരത്തോട് ചേർന്നിരിക്കാതെ പ്രകാശം ജീവിതത്തിലുള്ളവരായിത്തീരും. യഥാർത്ഥത്തിൽ ഒരു ഭക്തന് തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഏറ്റവും വലിയ ഹൃദയാഗ്രഹം എന്നുള്ളത് ധനമോ ധാന്യസമൃദ്ധിയോ ഒന്നുമല്ല. എല്ലാ ഞായറാഴ്ചകളിലും എല്ലാ നമസ്കാരങ്ങളിലും പുരോഹിതന്മാരുടെ കുക്കിലിയോൻ പാടുമ്പോൾ നാം ആ ആഗ്രഹത്തെ അറിഞ്ഞോ അറിയാതെയോ പ്രകടമാക്കുന്നവരുമാണ്. ഇപ്രകാരമാണ് നാം അവിടെ പാടുന്നത്: നിന്നാഗമന മഹാനാളിൽ ഓർത്ത് മുഖപ്രഭയേകണമേ. നിന്നാഗമന മഹാനാളിൽ ഓർത്ത് മുഖപ്രഭയേകണമേ. ഞങ്ങളെ നീ ഓർക്കണമേ, നിന്റെ സന്നിധിയിൽ മുഖപ്രഭയോടെ നിൽക്കുവാൻ ഇടയാക്കണമേ. ഈ മുഖപ്രഭ നൽകുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ദൈവസന്നിധിയിൽ മുഖലജ്ജ കൂടാതെ പ്രസന്നവദനരായി നാം നിൽക്കണമെങ്കിൽ ആ പ്രസന്നവദനതയുടെ അനുഭവം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മിൽ പരിശുദ്ധാത്മാവ് ആവസിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ദൈവതിരുസന്നിധിയിലും മനുഷ്യരുടെ മുമ്പാകെയും പ്രസന്നവദനരായി നിൽക്കുവാൻ നമുക്കാവും. അങ്ങനെ നിൽക്കുവാൻ നമുക്കാവുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അളവിൽ കുറവുണ്ടാകുന്നു എന്നത് തിരിച്ചറിയുവാൻ നമുക്കിടയാകണം. മൂന്നാമതായി പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് ആവസിക്കുമ്പോൾ ഒരുവൻ ജീവനുള്ളവനായി തീരുന്നു, ജീവന്റെ നൽവരം വഹിക്കുന്നവനായി തീരുന്നു, ജീവന്റെ നൽവരം ഉള്ളവനായി തീരുന്നു. നമ്മുടെ ആരാധനാക്രമത്തിലൊക്കെയും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്ന ഒരു പദപ്രയോഗമാണ് ജീവദാതാവായ പരിശുദ്ധാത്മാവ്, ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്, ജീവനെ പുതുതാക്കുന്ന പരിശുദ്ധാത്മാവ്. പ്രകാരമുള്ള പ്രയോഗങ്ങൾ ആവർത്തിച്ച് നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ കാണും. റൂഹോ ഹായോ കാദീശോ എന്നാണ് നാം പറയുന്നത്. ജീവനുള്ള പരിശുദ്ധാത്മാവ്, ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവ്. രണ്ട് തരത്തിലാണ് പരിശുദ്ധാത്മാവ് ജീവൻ നൽകുന്നത്. ജീവനില്ലാത്ത അവസ്ഥയിൽ ജീവൻ ഉണ്ടാക്കുന്നുണ്ട്, ജീവൻ സൃഷ്ടിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ കുറച്ചു മുമ്പ് നാം വായിച്ചു കേട്ടതും അത് തന്നെയാണ്. ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ജീവനെ ഉൽപ്പാദിപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് പരിശ്രമിക്കുന്നു. രണ്ടാമതായി വീണ്ടും പരിശുദ്ധാത്മാവ് ജീവനെ നൽകുന്നുണ്ട്. അത് മങ്ങിത്തുടങ്ങുന്ന ജീവനെ പ്രോജ്വലിപ്പിക്കുകയാണ്. ജീവനില്ലാത്ത അവസ്ഥയിൽ ജീവൻ ഉണ്ടാക്കുന്നു എന്ന് മാത്രമല്ല, മങ്ങിത്തുടങ്ങിയ ജീവിതത്തിലെ വെളിച്ചത്തെ അവൻ പ്രോജ്വലിപ്പിക്കുവാനായി കടന്നു വരുന്നു. രണ്ട് തരത്തിൽ ജീവൻ നൽകുന്നുണ്ട്.
ജീവനില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ജീവൻ ഉണ്ടാക്കി തരുന്നു. അതോടൊപ്പം മങ്ങിത്തുടങ്ങുന്ന ജീവനെ പ്രോജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. നമുക്ക് വേണ്ടത് മങ്ങിത്തുടങ്ങുന്ന ജീവനെ പ്രോജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. മങ്ങിത്തുടങ്ങുന്ന നന്മയുടെ വെളിച്ചത്തെ പ്രോജ്വലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആവാസമാണ്. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ, അതിനുവേണ്ടിയായിരിക്കണം നമ്മളുടെ ഉപവാസങ്ങൾ, അതിനുവേണ്ടിയായിരിക്കണം നമ്മളുടെ ജീവിതം. ഇപ്രകാരം വിശുദ്ധീകരിക്കപ്പെട്ട അനുഭവത്തിൽ, പ്രകാശീകരിക്കപ്പെട്ട അനുഭവത്തിൽ, ജീവനെ ധാരാളമായി വഹിക്കുന്ന അനുഭവത്തിൽ, ജീവനെ പ്രോജ്വലിപ്പിക്കുന്ന അനുഭവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. ഇപ്രകാരം വിശുദ്ധീകരണത്തിൻ്റെയും പ്രകാശീകരണത്തിൻ്റെയും ജീവന്റെയും അനുഭവത്തിൽ കൂടി കടന്നുപോയ ഒരു മഹാവലിയ പരിശുദ്ധന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മണ്ണിൽ കൂടിയാണ് നാം ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചിലരുടെ ഓർമ്മകൾ കാലത്തെയും ദേശത്തെയും ഭാഷയെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ നിലനിൽക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും നമുക്കൊരു സംശയം ഉണ്ടാകാം. മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാണല്ലോ മറവി. എന്നിട്ടും മറവിയുള്ള മനുഷ്യൻ, രോഗമായും അല്ലാതെയും മറവിയുള്ള മനുഷ്യൻ എന്തുകൊണ്ട് ചിലരെയൊക്കെ ഹൃദയത്തിൽ ഓർത്തിരിക്കുന്നു എന്നുള്ളത് സാവധാനതയോടെ ചിന്തിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. പരിശുദ്ധനായ പരിമല പിതാവിന്റെ സ്ഥാനവും ഇപ്രകാരം തന്നെയാണ്. ഹൃദയത്തിൽ നിന്ന് മറന്നുപോകുവാൻ സാധ്യമല്ലാത്ത നാമമായി പരിണമിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്? പരിശുദ്ധാത്മാവ് പ്രോജ്വലിപ്പിച്ചിട്ടുള്ളവരെ, പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചിട്ടുള്ളവരെ, പരിശുദ്ധാത്മാവ് പ്രകാശം കൊടുത്തിട്ടുള്ളവരെ കാലത്തിന്റെ കാർമേഘങ്ങൾക്ക് ഒരിക്കലും മറയ്ക്കുവാനാവില്ല. കാലത്തിന്റെ കാർമേഘങ്ങൾക്ക് അവരുടെ വിശുദ്ധീകരണത്തിന്റെ നൽവരത്തെയോ പ്രകാശീകരണത്തിന്റെ നൽവരത്തെയോ ജീവന്റെ സമൃദ്ധമായ ജീവന്റെ അനുഭവത്തിലേക്ക് വളരുന്ന നൽവരത്തെയോ ഒരിക്കലും മറയ്ക്കുവാൻ ആവില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഓർമ്മകളും കാലാതിവർത്തിയായി അനേകം ആളുകളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും ഈ വിശുദ്ധീകരണത്തിൻ്റെയും പ്രകാശീകരണത്തിൻ്റെയും ജീവന്റെ സമൃദ്ധിയിലേക്ക് വരുന്നതിൻ്റെയും അനുഭവം നമുക്കുണ്ടാകണം. നമ്മെ കൊണ്ടിടയാകും. നമ്മുടെ നാഥനാൽ അത് നമുക്ക് സാധ്യമാണ്. ഈ പരിശുദ്ധ പിതാവും നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുകയും ചെയ്യും. അല്പനേരത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി ദൈവത്തിൽ ആശ്രയിച്ച് തിരഞ്ഞെടുക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വേദഭാഗങ്ങളാണ്. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ. അവിടെ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. പിറ്റേന്നാൾ യേശു നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്തു ചെന്നു, മഞ്ചം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ബാല്യക്കാര, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റ് ഇരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാവർക്കും ഭയം പിടിച്ചു. ഒരു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വീകരിച്ചു. അവനെക്കുറിച്ചുള്ള ഈ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഏവർക്കും സുപരിചിതമായ ഭാഗമാണ്. യേശുതമ്പുരാൻ തൻ്റെ പരസ്യ ശുശ്രൂഷ നിർവഹിക്കുന്ന അവസരത്തിൽ ദൈവരാജ്യത്തിന്റെ പ്രവർത്തനവുമായി ഗലീല ദേശമെങ്ങും ചുറ്റി നടക്കുന്ന അവസരത്തിൽ കഫർന്നഹൂമിൽ ചെന്നിട്ട്
ഒരു ശതാധിപന് പ്രിയങ്കരനായിരുന്ന ദാസനെ സൗഖ്യമാക്കിയതിന് ശേഷം കഫർനഹൂമിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത നയിൻ എന്ന പട്ടണത്തിലേക്ക് യാത്രയാവുകയാണ്. ഈ യാത്രയിൽ യേശുവിനോടുകൂടെ തൻ്റെ 12 ശിഷ്യന്മാരുണ്ട്, ഒരു വലിയ ജനക്കൂട്ടവുമുണ്ട്. ഈ ജനക്കൂട്ടം ഇവനിൽ നിന്ന് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും പ്രതീക്ഷിച്ചുകൊണ്ട് പിന്നാലെ പോകുന്നതാവാം. ശതാധിപന്റെ ദാസന് സൗഖ്യം കൊടുത്ത ക്രിസ്തു തുടർന്നും സൗഖ്യദാനങ്ങളെ നിർവഹിക്കും എന്നുള്ള ചിന്തയിൽ അവനിൽ നിന്ന് അതിശയങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും ഒക്കെ കാണുവാൻ തക്കവണ്ണം യാത്രയായതാവാം. പ്രകാരം ഒരു ജനക്കൂട്ടവുമുണ്ട്. ഇവർ നയീൻ എന്നുള്ള പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പട്ടണത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യേശു ശ്രദ്ധിക്കുന്നത് ഒരു യൗവനക്കാരൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ട് വിധവയായ ഒരമ്മയും അവളോട് കൂടെ കുറെ അധികം പേരും പട്ടണത്തിൻ്റെ വാതിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് കണ്ടിട്ട് യേശു അവരുടെ അടുക്കലേക്ക് ചെന്നു. ആ സ്ത്രീയോട് കരയണ്ട എന്ന് പറഞ്ഞു. മഞ്ചത്തിൽ തൊട്ടു, യൗവനക്കാരനെ ജീവനിലേക്ക് തിരികെ കൊണ്ടുവന്നു, അമ്മയെ ഭരമേൽപ്പിച്ചു. യേശുദമ്പുരാന്റെ പരസ്യ ശുശ്രൂഷയിൽ നിരവധി അത്ഭുത പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളത് സുവിശേഷത്തിൽ നിന്ന് നാം വായിച്ചിട്ടുണ്ട്. അനേകരെ ജീവനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിന് അർത്ഥം നൽകിയിട്ടുണ്ട്. അനേകരുടെ ജീവിതത്തിന് താങ്ങും തണലും കാവലുമായിരുന്നിട്ടുണ്ട്. അനേകം അടയാളങ്ങളും അത്ഭുത പ്രവർത്തനങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്രകാരമുള്ള ഒരു അത്ഭുത പ്രവർത്തനമായി മാത്രം ഒരുപക്ഷെ ഈ നയീനിൽ സംഭവിക്കുന്നതായ കാര്യവും നാം സ്വാഭാവികമായും കണക്കിലെടുത്തേക്കാം. അങ്ങനെ ഒരു സാധാരണ അടയാളമായി അത്ഭുതമായി ഇതിനെ ചിന്തിച്ച് മുൻപോട്ട് പോകുമ്പോൾ, വായിച്ചു പോകുമ്പോൾ, ഒരു സാധാരണയിൽ കവിഞ്ഞതായ ചില അർത്ഥങ്ങൾ, സാധാരണ ചിന്തകളിൽ നിന്ന് വിഭിന്നമായ ചില കാര്യങ്ങൾ ഈ വേദഭാഗത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധാപൂർവമായ ഇതിൻ്റെ വായനയിൽ കൂടി നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. നാം അറിഞ്ഞോ അറിയാതെയോ ക്രിസ്തുവിൻ്റെ ചില മുഖം ഇവിടെ വിസ്മരിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ചില ഭാവങ്ങൾ നാം വിസ്മരിക്കുന്നുണ്ട്. ശാന്തതയോടെ ആ ക്രിസ്തുവിൻ്റെ ആ ഭാവങ്ങളെ അല്പസമയം നമുക്ക് ധ്യാനിക്കാം. ഇവിടെ നയീൻ എന്നുള്ള പട്ടണത്തിലേക്ക് ചെല്ലുന്ന ക്രിസ്തുവിൻ്റെ ആദ്യത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാഴ്ചകൾ ഏറെയുള്ള സ്ഥലത്തും അവൻ കണ്ണുനീരിൻ്റെ കാഴ്ചയിലേക്ക് ദൃഷ്ടി പായിച്ചു എന്നുള്ളതാണ്. കാഴ്ചകൾ ഏറെയുള്ള സ്ഥലത്തും അവൻ കണ്ണുനീരിൻ്റെ കാഴ്ചയിലേക്ക് ദൃഷ്ടി പായിച്ചു. ഇവിടെ നാം വായിക്കുന്നത് അവർ പട്ടണത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ, പട്ടണവാതിലിനോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുവനെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. നയീൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം മനോഹാരിത നിറഞ്ഞ സ്ഥലം എന്നാണ്. മനോഹാരിത നിറഞ്ഞ സ്ഥലം, വളരെ പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷമുള്ള സ്ഥലമായിരിക്കാം. പച്ചപ്പുതപ്പുകൾ അണിഞ്ഞ സ്ഥലമായിരിക്കാം. ചരിത്രകാരന്മാർ പറയുന്നത് ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണിതെന്നാണ്. കാരണം നിരവധി മഹാരഥന്മാരുടെ കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന, നിരവധി ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് നയീൻ എന്നാണ്. എനിക്ക് തോന്നുന്നു വേദപുസ്തകത്തിൽ ഇതിനു മുൻപും ഇതിനു പിൻപും നയീൻ എന്നുള്ള പട്ടണത്തെ പറ്റിയുള്ള പരാമർശവുമില്ല. അതുകൊണ്ട് തന്നെ യേശുദമ്പുരാൻ ആദ്യമായിട്ടായിരിക്കാം ഈ പട്ടണത്തിലേക്ക് കടന്നു ചെല്ലുന്നതും. ആദ്യമായി നാം ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ, പ്രത്യേകിച്ച് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ, ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്തേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ, സ്വാഭാവികമായും നമ്മുടെ ദൃഷ്ടി പായുന്നത് ആ സ്ഥലത്തെ പ്രാധാന്യത അർഹിക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ ആയിരിക്കും, നയനമനോഹരമായ ഇടങ്ങളിലേക്കൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ യേശു ആദ്യമായി ഈ സ്ഥലത്തേക്ക് കടന്നു ചെന്നിട്ടും യേശുവിൻ്റെ ദൃഷ്ടി പായുന്നത് കരയുന്ന ഒരമ്മയുടെ മുഖത്തേക്കാണ്. കണ്ണുനീരുമായി നിൽക്കുന്ന ഒരമ്മയുടെ നിലവിളിയിലേക്കാണ് അവൻ്റെ ദൃഷ്ടി പായുന്നത്.
ഈ അമ്മയെപ്പറ്റി രണ്ടു കാര്യങ്ങൾ മാത്രമേ ഈ വേദഭാഗത്തിൽ പരാമർശിക്കുന്നുള്ളൂ സുവിശേഷകാരൻ. ആദ്യം പറയുന്നു, ഇത് ആ അമ്മയുടെ ഏകജാതനായ മകനാണ് എന്നാണ് പറയുന്നത്. ഏകജാതനായ മകൻ മരിച്ചുപോയി. അത് കഴിഞ്ഞ് പറയുന്നു, അവൾ വിധവയും ആയിരുന്നു. ഏകജാതനായ മകൻ മരിച്ചുപോയ അമ്മ, വിധവയായ സ്ത്രീ. ഇതാണ് സുവിശേഷകാരന് ഈ അമ്മയെ പറ്റി പറയുവാനുള്ളത്. എനിക്ക് തോന്നുന്നു പരിശുദ്ധ വേദപുസ്തകത്തിൽ പോലും വളരെ ശക്തമായ വേദനയായി ചിത്രീകരിച്ചിട്ടുള്ളത് മകൻ നഷ്ടപ്പെട്ട, ഏകജാതനായ മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥയാണ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, എന്റെ ജനത്തിന്റെ പുത്രി രട്ടുടുത്ത് വെണ്ണീറിൽ ഉരുളുക, ഏകജാതനെ കുറിച്ച് എന്ന പോലെ ദുഃഖവും വിലാപവും കഴിച്ചുകൊള്ളുക. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ വിലപിച്ചുകൊള്ളുവാനാണ് യിരെമ്യാ പ്രവാചകൻ പറയുന്നത്. വീണ്ടും സഖറിയാ പ്രവചന പുസ്തകം 12-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, അവർ കുത്തിയിട്ടുള്ളവങ്കിലേക്ക് അവർ നോക്കും, ഏകജാതനെ കുറിച്ച് വിലപിക്കും പോലെ അവനെക്കുറിച്ച് വിലപിക്കും, ആദ്യജാതനെ കുറിച്ച് വ്യസനിക്കും പോലെ അവനെക്കുറിച്ച് വ്യസനിക്കും. ആമോസ് പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 10-ാം വാക്യത്തിലും നാം കാണുന്നുണ്ട്, ഞാൻ അവരുടെ വിലാപത്തെ ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയാക്കും. അപ്പോൾ ഏകജാതൻ മരിച്ചു പോകുന്ന അനുഭവം എന്ന് പറയുന്നത് വേദപുസ്തകത്തിന്റെ ഭാഷയിൽ പോലും പറഞ്ഞാലും വളരെ സങ്കടമുണ്ടാക്കുന്ന അനുഭവമാണ്. അതിനെ വർണ്ണിക്കുവാൻ വേറെ വാക്കുകളില്ല. ഇപ്രകാരം ഏകജാതൻ നഷ്ടപ്പെട്ട അതിസങ്കടത്തിലാണ് ഈ അമ്മ. അതിനോടൊപ്പം ഭർത്താവും ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയിരിക്കുന്നു, വിധവയായ സ്ത്രീ. രണ്ട് സങ്കടങ്ങളുടെ നെരിപ്പോടുകൾ ഹൃദയത്തിൽ പേറുന്ന ഒരമ്മയുടെ അരികിലേക്കാണ് ക്രിസ്തു കടന്നു ചെല്ലുന്നത്. ഒരു തരത്തിൽ വിഷാദത്തിന്റെ, പരിഭ്രമത്തിന്റെ, നിരാശയുടെ പിടികളിൽ അമർന്ന അമ്മ എന്ന് വേണമെങ്കിൽ പറയാം. ഈ അമ്മയുടെ ഭൂതകാലം ഭർത്താവ് മരിച്ച സ്ത്രീ എന്നുള്ളത്, വർത്തമാനകാലത്തിൽ മകൻ നഷ്ടപ്പെട്ട സ്ത്രീ എന്നുള്ളത്, ഭാവികാലം അനിശ്ചിതത്വത്തിലും കിടക്കുന്നു. പ്രകാരം നിരാശയുടെ പടുകുഴിയിൽ കിടക്കുന്ന ഒരമ്മയുടെ അമ്മയുടെ അടുക്കലേക്ക്, കണ്ണുനീരിന്റെയും കരച്ചിലിന്റെയും അനുഭവത്തിൽ കിടക്കുന്ന അമ്മയുടെ അരികിലേക്ക് ക്രിസ്തു ചെല്ലുന്നു. ഇത് നമ്മുടെ ജീവനാഥന്റെ മാത്രം പ്രത്യേകതയാണ്. എവിടെയൊക്കെ എത്രയധികം ദൈവസങ്കല്പങ്ങളുണ്ടോ അവർക്കൊന്നും നൽകുവാൻ സാധിക്കാത്ത, അവരുടെ ഒന്നും ജീവിതത്തിൽ കാണുവാൻ സാധിക്കാത്ത പ്രത്യേകതയായി ക്രിസ്തുവിൽ കാണുന്നതും ഇതുതന്നെയാണ്. കണ്ണുനീരിന്റെ കാഴ്ചകളെ മറന്നിട്ട് അവൻ യാതൊന്നും പ്രവർത്തിക്കുകയില്ല എന്നുള്ളത് തന്നെ. നമ്മുടെ കർത്താവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നല്ലോ. പ്രത്യേകിച്ച് വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിയോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള ഭാഗങ്ങളിൽ യേശുവിന്റെ ജനനത്തിനും നാളുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ അരുളി ചെയ്തിരുന്ന വാക്ക് തന്റെ മനുഷ്യാവതാരത്തിന്റെ ലക്ഷണമായി, മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശമായി കഫർനഹൂമിലെ സുനഗോഗിൽ വെച്ച് ക്രിസ്തു വായിക്കുന്നുണ്ട്. നമുക്ക് ഏവർക്കും അറിയാവുന്നതാണത്. യേശുവോട് പറയുന്നത്, എളിയവരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ഉദ്ദേശമായി തമ്പുരാൻ തന്നെ തന്റെ നാവുകൾ കൊണ്ട് നമ്മോട് പറഞ്ഞതാണ്, എളിയവരെ സഹായിക്കുവാൻ, അഗതിയുടെയും ആലംബഹീനന്റെയും വിധവയുടെയും നിലവിളിയെ കേൾക്കുവാൻ, അവർക്ക് സഹായമായിരിക്കുവാൻ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു. ഇപ്രകാരം പറഞ്ഞ ക്രിസ്തുവിന് ഈ അമ്മയുടെ കണ്ണുനീരിൽ നിന്ന് മാറി നിൽക്കുവാൻ ആയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ജീവിതത്തിൽ പല വിധത്തിൽ ക്ലേശിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ജീവിത സാഹചര്യങ്ങളിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്.
രോഗങ്ങളുടെയും പ്രയാസങ്ങളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെയും അനുഭവത്തിൽ കൂടി കടന്നു പോകുന്നവരുണ്ട്. എൻ്റെ സങ്കടം കേൾക്കുവാൻ ഒരു കാതുമില്ല എന്ന് പറയുന്നവരാണ് നാം. എൻ്റെ സങ്കടം കാണുന്ന കണ്ണുകളില്ല എന്ന് നിലവിളിക്കുന്നവരായിരിക്കാം നാം. എന്നാൽ ഈ പരിശുദ്ധയാലയത്തിലിരിക്കുമ്പോൾ ക്രിസ്തു നമ്മോട് പറയുന്നത്, നിന്റെ കണ്ണുനീരുകളെ കാണാതെ ഞാൻ പോവുകയില്ല എന്നുള്ളത് തന്നെയാണ്. ലോകം കാഴ്ചകളുടെ പിന്നാലെ പോയാലും, പല വിധത്തിലുള്ള സുഖസൗകര്യങ്ങളുടെ പിന്നാലെ പോയാലും, പണവും അധികാരവും സ്ഥാനമാനങ്ങളുമുള്ള ആളുകളുടെ പിന്നാലെ പോയാലും, നാഥൻ യാത്രയാകുന്നത് കണ്ണുനീരുള്ള മുഖങ്ങളെ അന്വേഷിച്ചാണ്. കണ്ണുനീരുകളുടെ അനുഭവത്തിൽ കരം പിടിക്കുന്നവനായി കൂടെ ഇരിക്കുവാനാണ് നാഥൻ കടന്നു വരുന്നത്. ആ ദൈവത്തെ ജീവിതത്തിൽ അറിയുവാനും അനുഭവിക്കുവാനും നമുക്കാവുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ ചുട്ടുപൊള്ളിക്കേണ്ടുന്ന ചോദ്യം. കാലത്തിൻ്റെ പ്രശ്നം എന്നുള്ളത് ദൈവവിശ്വാസമില്ലാത്തതൊന്നുമല്ല. എല്ലാവരും ദൈവവിശ്വാസികളാണ്, ഭക്തന്മാരാണ്. ഉപവാസവും നോമ്പും പ്രാർത്ഥനയും ഒക്കെ അണുവിട വ്യതിചലിക്കാതെ നിർവഹിക്കുന്നവരാണ്. സുവിശേഷ യോഗങ്ങൾക്കും പന്തലുകൾ തീർക്കുന്ന ആത്മീയതയ്ക്കുമൊക്കെ യാത്രയാകുന്നവരും, ദിവസങ്ങളോളം കാത്തുകെട്ടി കിടക്കുന്നവരും, ദിവസങ്ങളോളം ആരാധനാലയങ്ങളുടെ സന്നിധിയിൽ തീർത്ഥാടനാലയങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവരുമാണ്. ദൈവവിശ്വാസം എല്ലാവർക്കുമുണ്ട്. കാലത്തിൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഇല്ലാത്തതാണ്. ദൈവം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം നഷ്ടപ്പെട്ട സമൂഹം. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും എന്നാണ് അവൻ കൽപ്പിച്ചത്. തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ബലപ്പെടുത്തുന്ന ശക്തിയും ബലപ്പെടുത്തുന്ന വാക്കും അത് തന്നെയായിരുന്നല്ലോ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. പഴയ നിയമം മുതൽ നാം കാണുന്നത് ഈ കൂടെയിരിക്കുന്ന ദൈവത്തെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, ബാല്യകാലത്തൊക്കെയും സൺഡേ സ്കൂളിൽ നാം പഠിച്ചതാണ്. വെയിലാറുമ്പോൾ ഏദൻ തോട്ടത്തിൽ കൂട്ടുവരുന്ന ദൈവം, അബ്രഹാമിനോട് ഒരു സ്നേഹിതനോടെന്ന പോലെ സംസാരിക്കുന്ന ദൈവം. സോദോം ഗോമോറയുടെ കാര്യം പോലും തൻ്റെ ദാസനായ അബ്രഹാമിൻ്റെ അടുക്കൽ നിന്ന് മറച്ചു വെക്കുവാൻ ദൈവത്തിനാവുന്നില്ല. ഒരു സ്നേഹിതനോടെന്ന പോലെ അബ്രഹാമിനോട് സംസാരിക്കുന്ന ദൈവം, മോശയോട് ഉറ്റ ചങ്ങാതിയെ എന്ന പോലെ, ഉറ്റ സുഹൃത്തിനെ എന്ന പോലെ അഭിമുഖമായി സംസാരിക്കുവാൻ തയ്യാറെടുക്കുന്ന ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ നാം കാണുന്നതാണല്ലോ. അഭിമുഖമായി മോശയോട് സംസാരിക്കുവാൻ, തൻ്റെ വ്രതനായ മോശയോട് സംസാരിക്കുവാൻ അടുത്തു വരുന്ന ദൈവം. അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ കാലത്ത് രാവും പകലും, പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും കൂടെ ഇരിക്കുന്ന ദൈവം, വഴി നടത്തുന്ന ദൈവം. വേനലിൽ അവരണിഞ്ഞിരുന്ന വസ്ത്രത്തിൻ്റെ പകിട്ട് മങ്ങിപ്പോകാതെ, അവരുടെ കാലുകൾ നീരുവെച്ച് വീങ്ങാതെ, ഈ രണ്ട് പ്രയോഗങ്ങളും പുറപ്പാട് പുസ്തകത്തിലുണ്ടല്ലോ. അവർ അണിഞ്ഞിരുന്ന വസ്ത്രത്തിൻ്റെ പകിട്ട് മങ്ങിപ്പോകാതെ, അവരുടെ കാലുകൾക്ക് പാദങ്ങൾക്ക് വേദന സംഭവിക്കാതെ, നീരുവെക്കാതെ അവരെ കരതാരിൽ കൊണ്ട് നടന്ന ദൈവം. അതാണ് നാം ഇസ്രായേൽ മക്കളുടെ മരുപ്രയാണ കാലത്ത് കാണുന്നത്. പ്രവാചകന്മാരുടെ നാവിൽ കൂടി സംസാരിക്കുന്ന ദൈവം. കാലത്തിന്റെ പൂർത്തീകരണം വന്നപ്പോൾ മനുഷ്യരോടുള്ള അദമ്യമായ സ്നേഹനിമിത്തം മനുഷ്യനായി ഭൂമിയിൽ പിറന്ന ദൈവം. പെസഹ അത്താഴമേശയിൽ അപ്പത്തിലേക്ക് സ്വയം ചുരുങ്ങിയ ദൈവം. ഓരോ പരിശുദ്ധ കുർബാനയിൽ കൂടിയും നാം ആഹരിക്കുന്ന തിരുശരീര രക്തങ്ങളിൽ കൂടി നമ്മുടെ ശരീരത്ത് വസിക്കുന്ന ദൈവം. ഈ ദൈവത്തെ പറ്റിയാണ് പരിശുദ്ധ വേദപുസ്തകവും പരിശുദ്ധ സഭയും നമ്മെ പഠിപ്പിക്കുന്നത്. എന്നിട്ടും ക്രിസ്തു കൂടെയുണ്ട് എന്നുള്ളത് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് കാലത്തിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ്. ദൈവവിശ്വാസികളാണ് നാം, ഭക്തന്മാരാണ്, ഉപവാസവും നോമ്പും പ്രാർത്ഥനകളും നിർവഹിക്കുന്നവരാണ്.
പക്ഷേ കൂടെ ദൈവമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല. അവൻ അരികിലുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാകണം. നാം ഓടിപ്പോയാലും തള്ളിപ്പറഞ്ഞാലും അവൻ കൂടെയുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, യേശു തമ്പുരാന്റെ പുനരുത്ഥാനത്തെ യേശുവിന്റെ ശിഷ്യന്മാരൊന്നും അപ്പാടെ വിശ്വസിച്ചില്ല. അവരൊക്കെ ചഞ്ചല ചിത്തരായിരുന്നു, വിദ്യാവിഹീനരായിരുന്നു. റോമാ സാമ്രാജ്യത്തിന്റെ പടയാളികൾ കുന്തം കൊണ്ട് കുത്തി കുരിശിൽ തൂക്കി കബറിൽ വെച്ച ഒരുവൻ മഹത്വത്തോടെ പുനരുദ്ധാനം ചെയ്യുമെന്ന് വിശ്വസിക്കുവാൻ തക്കവണ്ണമുള്ള ആത്മീയമായ വലിയ പക്വതയൊന്നും യേശുവിന്റെ ശിഷ്യന്മാർക്കില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. ഇപ്രകാരം ഭയത്തിലൊക്കെയായി യേശുവിന്റെ പുനരുദ്ധാനത്തെ വിശ്വസിക്കാതെ അവന്റെ സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുവാൻ പലപ്പോഴും ശിഷ്യന്മാർ ശ്രമിച്ചിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുന്നത് അതാണ്. ശ്ലീഹന്മാരിൽ പ്രധാനിയായ, മൂപ്പുമുറ അനുസരിച്ച് പ്രായത്തിൽ പ്രധാനിയായി നിൽക്കുന്ന പത്രോസ് ശ്ലീഹ മറ്റു ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് 7 പേരൂടെ ചേർന്ന് പഴയ ജോലിയിലേക്ക് പോകുവാൻ തയ്യാറായി നിൽക്കുന്ന ചിത്രമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ കാണുന്നത്. പ്രകാരം തള്ളിപ്പറഞ്ഞും ഉപേക്ഷിച്ചും ഒക്കെ പോയിട്ടും അവരാ രാത്രിയിൽ ഒന്നും അവർക്ക് ലഭിക്കുന്നില്ല. രാത്രിയിൽ അധ്വാനം മുഴുവനും പാഴായി പോകുന്നു. ആ അവസരത്തിലും നമ്മവിടെ കാണുന്നുണ്ട്, പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. പുലർച്ചെയായപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു. തൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ ശിഷ്യന്മാരെ, തന്നിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയ ശിഷ്യന്മാരെ, തൻ്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി തിരിച്ചറിയാതെ പോയ ശിഷ്യന്മാരെ ശിക്ഷിക്കാതെ അവരുടെ പരാജയങ്ങളുടെ തീരത്ത് ക്രിസ്തു കൂടെയിരിക്കുന്നു. അവർക്ക് വിജയത്തിനുള്ള ആലോചന പറഞ്ഞു കൊടുക്കുന്നു. പടകിന്റെ വലത്തുവശത്തായി നിങ്ങൾ വല വീശുവീൻ, നിങ്ങൾക്ക് അവിടെ നിന്ന് പെരുപ്പമുള്ള മത്സ്യസമ്പത്ത് ലഭിക്കും. വിജയത്തിനുള്ള ആലോചന പറഞ്ഞു കൊടുക്കുന്നു. അതുമാത്രമല്ല, ശീതക്കാറ്റ് ഒക്കെയും ഏറ്റ് തളർന്ന് കടന്നു വരുന്ന ശിഷ്യന്മാർക്ക് പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. അവിടെ നാം വായിക്കുന്ന അവസാന ഭാഗത്ത് വായിക്കുന്നതാണല്ലോ, അവൻ പ്രാതലൊരുക്കി കാത്തിരിക്കുന്നു. അകന്നുപോയാലും അവൻ കൂടെയുണ്ട്, തള്ളിപ്പറഞ്ഞാലും അവൻ കൂടെയുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ, കണ്ണുനീരുകളിൽ, കരച്ചിലിൻ്റെ അനുഭവത്തിൽ അവൻ കൈവിട്ടിട്ട് പോവുകയില്ല. ഈ ലോകത്തിൽ വേറെ ആരെ ആശ്രയിച്ചില്ലെങ്കിലും ക്രിസ്തു കൂടെയുണ്ടോ? ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ജീവിതം സന്തോഷം തന്നെയായിരിക്കും, യാതൊരു സംശയവും വേണ്ട. ദൈവതിരുസന്നിധിയിൽ താഴ്മയോടുകൂടെ നിൽക്കുവാൻ നമുക്ക് ആവണം. കരയുവാൻ മടി കാണിക്കുന്ന ഒരു കാലമാണിത്. പുരുഷന്മാർ കരഞ്ഞാൽ പൗരുഷത്വത്തിന് കുറവുണ്ടാകും. സ്ത്രീകൾ കരഞ്ഞാൽ, പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് വാദങ്ങളൊക്കെയുള്ള കാലമാണല്ലോ, സ്ത്രീകൾ കരഞ്ഞു പോയാൽ അബലകളാണെന്ന് തെറ്റിദ്ധരിക്കും. ഭൗതിക നഷ്ടങ്ങളെ ഓർത്ത് കരയുവാൻ മാത്രമല്ല, ആത്മീകമായി നമ്മുടെ പാപങ്ങളെ ഓർത്തും കരയുവാൻ നമുക്കാവണം. നമ്മുടെ സഭാ പാരമ്പര്യം പഠിപ്പിക്കുന്നതും അതുതന്നെയാണ്. സുറിയാനി സഭാപിതാക്കന്മാരൊക്കെയും കണ്ണുനീരിനെ പരിശുദ്ധാത്മാവിൻ്റെ ദാനമായി കണ്ടവരാണ്. നിനവയിലെ ഇസഹാക്ക് പ്രാർത്ഥിക്കുന്ന ശ്രദ്ധാർഹമായൊരു പ്രാർത്ഥനയുണ്ട്. എൻ്റെ ദൈവമേ, എൻ്റെ സ്നേഹമേ, നിന്റെ രക്തം എൻ്റെ ഹൃദയത്തിൽ ഒഴുകട്ടെ. നീയല്ലാതെ ആരാണ് എനിക്ക് കണ്ണുനീര് നൽകുന്നത്? നീയല്ലാതെ ആരാണ് എനിക്ക് കണ്ണുനീര് നൽകുന്നത്? കണ്ണുനീർ പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. ദൈവതിരുസന്നിധിയിൽ കരയുവാൻ നമുക്കാവണം. നോമ്പ് നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ, പ്രത്യേകിച്ച് യാക്കോബിന്റെ ബോവൂസോയിൽ ഇപ്രകാരം നാം പാടുന്നുണ്ട്, ധനവാനെ, നിനക്ക് കണ്ണുനീരില്ല എങ്കിൽ പാവപ്പെട്ടവരോട് അത് നീ വിലയ്ക്ക് വാങ്ങുക. ധനവാനെ, നിനക്ക് കണ്ണുനീരില്ല എങ്കിൽ പാവപ്പെട്ടവരോട് അത് നീ വിലയ്ക്ക് വാങ്ങുക. ശിവ നമസ്കാരത്തിൽ നാം പാടുന്നുണ്ട്, ബാഷ്പം മൂലം മുഖമത്യന്തം പങ്കിലമാക്കി വിങ്ങിക്കേഴും
പാതകി പാർത്താൽ ഹാ കമനീയൻ. കണ്ണുനീരിനെ കൊണ്ട് മുഖത്തെ നനയ്ക്കുകയും ദൈവതിരുസന്നിധിയിൽ വിങ്ങിക്കരയുകയും ചെയ്യുന്നവന്റെ മുഖമാണ് ഏറ്റവും സുന്ദരമെന്നാണ് അവിടെ പറയുന്നത്. വീണ്ടും പാടുന്നു, നീ അനുതാപം ചിത്രമതാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണഛായം കൈക്കൊള്ളേണ്ട കണ്ണീരേൽക്കൂ. താപത്തിൻ വൻ പെരുന്നാളല്ലോ കണ്ണീർ വർഷം, കണ്ണീരാലെ മോചനമാർജിച്ചാനന്ദിക്കൂ. നീ അനുതപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വർണ്ണഛായമൊന്നുമല്ല കൈക്കൊള്ളേണ്ടത്, മറിച്ച് കണ്ണീരാണ്. കണ്ണുനീരോടുകൂടി നീ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും. നയീനിലെ വിധവയുടെ കണ്ണുനീരിനെ മറികടന്നു പോകുവാൻ ക്രിസ്തുവിനായില്ല. എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവ തിരുസന്നിധിയിൽ കരയുന്നവരാണെങ്കിൽ നമ്മുടെ കണ്ണുനീരിനെ മറികടന്ന് അവൻ പോവുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എവിടെ ഇരുന്ന് കരഞ്ഞാലും ദൈവം കാണും. കാട്ടത്തിമേൽ കയറിയിരുന്ന സക്കായിയെ വഴിയാത്രയിൽ ആര് കണ്ടു? ക്രിസ്തു കണ്ടു. അതുമാത്രമല്ല, കടലിന് അടിയിൽ കൂടി ശരവേഗത്തിൽ പാഞ്ഞു പോകുന്ന മത്സ്യത്തിന്റെ വയറ്റിൽ നാണയമുണ്ടെന്നാര് കണ്ടു? ക്രിസ്തു കണ്ടു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ എവിടെ ഇരുന്ന് കരഞ്ഞാലും അവൻ ആ കണ്ണുനീരിനെ കാണും എന്നതിന് യാതൊരു സംശയവും വേണ്ട. ക്രിസ്തു ആരോട് ചേർന്ന് നിന്നു എന്നുള്ളതല്ല, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് കാര്യം. ക്രിസ്തു ആരോട് ചേർന്ന് നിന്നു എന്നുള്ളത് നാം നോക്കണ്ട. സുവിശേഷം വായിക്കുമ്പോൾ ഇനി ഇങ്ങനെയൊന്ന് വായിച്ചു നോക്കണം, ക്രിസ്തുവിനോട് ചേർന്ന് നിന്നവർക്ക് എന്ത് സംഭവിച്ചു. അവിടെയാണ് സങ്കീർത്തനക്കാരൻ്റെ വാക്ക് ഓർമ്മയിലുണ്ടാകേണ്ടത്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, എൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു. ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് ആവട്ടെ. ഏകമകൻ മരിച്ച വ്യഥയിൽ, ഭർത്താവ് മരിച്ചുപോയ സങ്കടത്തിൽ, ലോകപ്രകാരം അഭയവും ആശ്രയവും ആരുമില്ലാതെ ഇരിക്കുന്ന അവസരത്തിൽ കണ്ണുനീർ വാർത്ത നയീനിലെ വിധവയുടെ അടുക്കൽ അവളുടെ കരച്ചിലിനെ കണ്ട ദൈവം എൻ്റെ നിങ്ങളുടെയും കണ്ണുനീരിനെയും കാണും. രണ്ടാമതായി ഈ വേദഭാഗത്തിൽ നിന്ന് കാണുന്ന ക്രിസ്തുവിൻ്റെ പ്രത്യേകത, നഷ്ടപ്പെട്ടു പോയ ജീവിത സന്തോഷങ്ങളെ കരുതലോടെ തിരിച്ചു നൽകുന്ന ക്രിസ്തു. നഷ്ടപ്പെട്ടു പോയ ജീവിത സന്തോഷങ്ങളെ കരുതലോടെ തിരിച്ചു നൽകുന്ന ക്രിസ്തുവിനെയാണ് ഇവിടെ കാണുന്നത്. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം എന്നൊക്കെ നാം പാടുന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ഈ വേദഭാഗത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണെന്ന്. ഇവിടെ ശ്രദ്ധാർഹമായി നാം വായിക്കുന്നുണ്ടല്ലോ, ആ വിധവയെ കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് യേശു അവളുടെ അടുക്കലേക്ക് ചെന്നു എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ കണ്ണുനീർ തൂകുമ്പോൾ മനസ്സലിയുന്ന ദൈവം എന്നുള്ള പാട്ടിൻ്റെ ഉത്ഭവമൊക്കെ ഈ വേദഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ആയിരിക്കും. അവൻ മനസ്സലിഞ്ഞ് ആ അമ്മയുടെ അടുക്കലേക്ക് ചെന്നു. ചില വേദപുസ്തക പരിഭാഷയിൽ മനസ്സലിഞ്ഞ് ചെന്നു എന്നുള്ളതിന് പകരമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുവിൻ്റെ ഹൃദയം അവളോടുകൂടെ പോയി എന്നാണ്. യേശുവിൻ്റെ ഹൃദയം ആ അമ്മയോടുകൂടെ പോയി. കരച്ചിലിൻ്റെ അനുഭവത്തിൽ നിൽക്കുന്ന അമ്മയോട് താതാത്മ്യപ്പെടുവാൻ തക്കവണ്ണം ക്രിസ്തു അവളുടെ വേദനകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. നാം ഇവിടെ വായിക്കേണ്ടുന്ന ശ്രദ്ധാർഹമാകുന്ന മറ്റൊരു കാര്യം, ഈ സുവിശേഷം നാം ഈ വേദഭാഗം 11 മുതലുള്ള വാക്യം ആരംഭിക്കുമ്പോൾ തന്നെ അവിടെ നാം കാണുന്നുണ്ട്, ഒരു പുരുഷാരവും ഈ അമ്മയോടുകൂടി നിലവിളിച്ചു കൊണ്ട് വരുന്നുണ്ട്, അല്ലേ? അങ്ങനെയാണ് കാണുന്നത്. ഒരു പുരുഷാരവും കടന്നു വരുന്നുണ്ട്. യേശുവിനോട് കൂടെയും ഒരു പുരുഷാരമുണ്ട്. ഇപ്രകാരം ഒരു പുരുഷാരത്തിന്റെ വലിയ കൂട്ടം അവിടെയുണ്ട്. ഇവർക്കാർക്കും മനസ്സലിയുവാൻ സാധിച്ചില്ല. ഇവർക്കാർക്കും അവളുടെ ദുഃഖത്തോട് ഏകീഭവിക്കുവാൻ സാധിച്ചില്ല. എന്നാൽ ഈ വേദനയോട് താതാത്മ്യപ്പെട്ടത് ക്രിസ്തു മാത്രമാണ്. ഇത് അവിചാരിതമായി സംഭവിച്ച കാര്യമൊന്നുമല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാ പ്രവാചകൻ ഇപ്രകാരം കരയുന്നവരോട്
മനസ്സലിയുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവചന പുസ്തകം 25-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? യഹോവയാം ദൈവം സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരിനെ തുടച്ചു കളയും. യഹോവയായ ദൈവം സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീരിനെ തുടച്ചു കളയും. മനുഷ്യാവതാരത്തിന് ശേഷം യേശുവിനോട് കൂടെ നടന്ന വത്സല ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹ വെളിപാട് പുസ്തകം എഴുതിയപ്പോഴും ഇതുതന്നെ വീണ്ടും ആവർത്തിച്ചു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 5-ാമത്തെ വാക്യം അവിടെ കാണുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. വിധവയുടെ കണ്ണുനീരിനെ തുടച്ച ദൈവം അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നു. ഏക മകനെ ഉയർപ്പിക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രത്യാശ കൊടുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, യേശുതമ്പുരാന്റെ രണ്ടാമത്തെ പ്രത്യേകത നഷ്ടപ്പെട്ടു പോയ ജീവിത സന്തോഷങ്ങളെ കരുതലോടെ അവൻ തിരികെ നൽകുന്നു എന്നുള്ളത്. നഷ്ടപ്പെട്ടു പോയ ജീവിത സന്തോഷങ്ങളെ കരുതലോടെ അവൻ തിരികെ നൽകുന്നു. സുവിശേഷത്തിൽ പ്രത്യേകിച്ച് യേശു 3 പേരെ ഉയർപ്പിക്കുന്നതായിട്ടാണ് നാം വായിക്കുന്നത്. ആദ്യം കാണുന്നത് ഈ നയീനിലെ വിധവയുടെ മകനെ ഉയർപ്പിക്കുന്നതാണ്. ഖബറിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഉയർപ്പിക്കുന്നു, അമ്മയുടെ കണ്ണുനീര് കണ്ടിട്ട്. രണ്ടാമത് കാണുന്നത് യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്നതാണ്. മരിച്ചു, ഉടനെ അവിടെ ചെന്നു ഉയർപ്പിക്കുന്നു. ആ മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടിട്ട് ഉയർപ്പിക്കുന്നു. മൂന്നാമതായി നാം കാണുന്നത് ലാസറിനെ ഉയർപ്പിക്കുന്നതാണ്. 4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉയർപ്പിക്കുന്നു എന്നാണല്ലോ സുവിശേഷത്തിൽ വായിക്കുന്നത്. യായിറോസിന്റെ മകളെ മരിച്ച സമയത്ത് തന്നെ ഉയർപ്പിക്കുന്നു. വിധവയുടെ മകനെ ഖബറിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ ഉയർപ്പിക്കുന്നു. ലാസറിനെ 4 ദിവസം കഴിയുമ്പോൾ ഉയർപ്പിക്കുന്നു. ഇത് പഠിപ്പിക്കുന്ന വലിയൊരു ആത്മീക സത്യമുണ്ട്. യേശുതമ്പുരാൻ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉയർപ്പിന്റെയും പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും അനുഭവം ജീവിതത്തിന് നൽകും. കാലതാമസം ചിലപ്പോൾ നേരിടേണ്ടതായി വരും. ചിലപ്പോൾ വേദനയുടെ ആരംഭത്തിൽ തന്നെ അവൻ കരസ്പർശമായി കൂടെയിരിക്കും. ചിലപ്പോൾ വേദനയുടെ മധ്യഭാഗത്ത് അവൻ പ്രത്യക്ഷപ്പെടും. ഒരുപക്ഷെ വേദനയൊക്കെയും അനുഭവിച്ച് കഴിയുമ്പോൾ സ്വാന്തനമായി അവൻ കൂടെയിരിക്കും. കാലതാമസം നേരിട്ടാലും അവൻ ജീവിതത്തിൽ പ്രവർത്തിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ദിവസങ്ങൾ ഏറെ താമസിച്ചാലും അവൻ ജീവിതത്തിൽ അത്ഭുതമായി ഇടപെടും എന്നതിന് യാതൊരു സംശയവും വേണ്ട. മരുഭൂമിയുടെ മണലാരണ്യത്തിൽ ഹാഗാറിന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കണ്ടിട്ട് മരുഭൂമിയിൽ നീരുറവയെ തുറന്നു കൊടുത്തവനാണ് നമ്മുടെ ദൈവം. അബ്രഹാമിന്റെ വാത്സല്യപുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കുവാൻ തക്കവണ്ണം മോറിയ മലയിൽ യാഗപീഠത്തിൽ കൈകാലുകൾ ബന്ധിച്ചു കിടക്കുമ്പോൾ ബാലന്റെ നിലവിളിയെ കണ്ടിട്ട് ഇസഹാക്കിന് പകരം കുഞ്ഞാടിനെ മലയിൽ ഒരുക്കി കൊടുത്തവനാണ് നമ്മുടെ ദൈവം. ഇസ്രായേൽ ജനത്തിന് മരുഭൂപ്രയാണകാലത്ത് പാറയിൽ നിന്ന് സമൃദ്ധമായ ജലം കൊടുത്തവനാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിലും അവൻ ഇടപെടും എന്നതിന് യാതൊരു സംശയവും വേണ്ട. കാലതാമസം നേരിട്ടേക്കാം. നിരാശയുടെ അനുഭവത്തിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. പ്രത്യാശയോടെ തിരുസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് ആവണം. സഖറിയാവിൻ്റെയും എലിസബത്തിൻ്റെയും ജീവിതം പഠിപ്പിക്കുന്നതും അതുതന്നെയാണല്ലോ. ലോകം അവരെ വിധിച്ചത് സാധ്യതകൾ അടഞ്ഞുപോയ ജന്മങ്ങൾ എന്നാണ്. എലിസബത്ത് വാസ് ബാരൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. സാധ്യതകൾ അടഞ്ഞുപോയ ജന്മം. പക്ഷേ ഈ സാധ്യതകൾ അടഞ്ഞുപോയ ജന്മത്തിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ സാധ്യതകൾ ഉടലെടുക്കുന്നതായി സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അവനാൽ അസാധ്യമായി യാതൊന്നുമില്ല. ലോകം ഒരുപക്ഷെ നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. ഈ മണ്ടന്മാർ എന്തിന് ആരാധിക്കുന്നു, ഇവരെന്തിന്
നോമ്പുപവാസങ്ങൾ നിർവഹിക്കുന്നു. ഇവരുടെ ജീവിതത്തിന് ഒരു ഉയർച്ചയും ഇല്ലല്ലോ. രോഗങ്ങൾക്ക് മേൽ രോഗങ്ങൾ കടന്നു വരികയാണല്ലോ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വലയുകയാണല്ലോ. ഒക്കെ പറഞ്ഞേക്കാം. പക്ഷേ അവൻ ഇടപെടും, ജീവിതത്തിന് പുതുവസന്തം നൽകും എന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയാകട്ടെ. അവൻ ആരെയും അനാഥരായി വിടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ മനോഹരമായി ഒരു വർണ്ണനയുണ്ട്. ആദമിനെയും ഹൗവയെയും പാപം ചെയ്തതിന് ശേഷം തോട്ടത്തിൽ നിന്ന് പുറത്താക്കുമ്പോൾ ആ തോട്ടത്തെ പോലും ഏകമായിട്ട് വിടുവാൻ, ഏകമായി ഉപേക്ഷിക്കുവാൻ യഹോവയാം ദൈവത്തിന് മനസ്സ് വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണല്ലോ വാളേന്തിയ മാലാഖയെ തോട്ടത്തിന് കാവൽ നിർത്തുന്നു. തോട്ടത്തിന് പോലും കാവൽ നിർത്തിയവനാണ് ദൈവം. അങ്ങനെയെങ്കിൽ ആരുമില്ലാത്തവരായി പാതി വഴിയിൽ അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല. അവൻ മനസ്സലിവുള്ള ദൈവമാണ്, ആർദ്രതയുള്ള ദൈവമാണ്, ഹൃദയവിശാലതയുള്ള ദൈവമാണ്. പുറപ്പാട് പുസ്തകം 34 അധ്യായം 6 വാക്യത്തിൽ യഹോവയെ പറ്റി പറയുന്നത് ഇപ്രകാരമാണല്ലോ: യഹോവ കൃപയും കരുണയും ഉള്ളവൻ, ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയും ഉള്ളവൻ തന്നെ. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും വിശ്വസ്തതയും മഹാദയയും ഉള്ള ദൈവമാകുന്നു. അവൻ്റെ കരങ്ങൾക്ക് കീഴിൽ അമർന്നിരിക്കുവാൻ നമുക്ക് ആവുമോ? പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായ ലേഖനം എഴുതിയപ്പോഴും യേശുതമ്പുരാന്റെ ഈ പ്രത്യേകതയെപ്പറ്റി പറയുന്നുണ്ട്. എബ്രായ ലേഖനം 4 അധ്യായം 15-16 വാക്യങ്ങൾ. നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ. അതുകൊണ്ട് കരുണ ലഭിക്കുവാനും തൽസമയത്ത് സഹായിപ്പാനുള്ള കൃപ പ്രാപിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തിന് അടുക്കലേക്ക് ചെല്ലുക. കൃപാസനം ഈ പരിശുദ്ധ മദ്ബഹായാണ്. ഇതിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്കാവണം. ധൈര്യത്തോടെ കടന്നു വരുവാനാണ് പറഞ്ഞത്. കഴിഞ്ഞകാല ജീവിതം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, കടന്നു വരുന്നവരെ അവൻ നിരാശരായി വിടുകയില്ല. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ആരൊക്കെ എന്തൊക്കെ യാചിച്ചിട്ടുണ്ടോ അതെല്ലാം അവർക്ക് നൽകിയിട്ടുണ്ട്. ഈ കൃപാസനത്തിന് മുമ്പിൽ മുട്ടുകുത്തുന്ന നമ്മെയും അവൻ ഹൃദയം തുറന്ന് സ്വീകരിക്കും എന്നതിന് സംശയം വേണ്ട. അല്ലെങ്കിലും വേലിക്കെട്ടുകൾ സൃഷ്ടിച്ച് ഒരു ദന്തഗോപുരവാസിയായി സ്ഥിതി ചെയ്യുവാനല്ല നമ്മുടെ ക്രിസ്തുവിന് ഇഷ്ടം. അങ്ങനെ ഒരു ക്രിസ്തുവിനെ അല്ല സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് ഉത്തമ ഉദാഹരണമാണല്ലോ യേശുവിൻ്റെ ജനനം. പുൽക്കൂട്ടിലാണ് അവൻ കിടക്ക വിരിച്ചത്. ആർക്കും അവിടേക്ക് കടന്നു ചെല്ലാമായിരുന്നു. ആട്ടിടയന്മാരും വിദ്വാൻമാരും മറ്റു പലരും അവിടേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം തുറവിയുള്ള സ്ഥലത്ത്, ആർക്കും കടന്നു വരുവാൻ സാധിക്കുന്ന സ്ഥലത്ത് അവൻ ജനിച്ചു വീണു. യേശുതമ്പുരാൻ കുരിശിക്കപ്പെടുന്നതും ശ്രദ്ധിച്ചാൽ അറിയാം. കാൽവറിയുടെ മലമുകളിൽ അവൻ കുരിശിക്കപ്പെടുന്നു. ഭൂമിയുടെ മധ്യത്തിൽ ഏവർക്കും കടന്നു ചെല്ലുവാൻ സാധ്യമാകുന്ന നിലയിൽ അവൻ കുരിശിക്കപ്പെടുന്നു. അതുമാത്രമല്ല, യേശുതമ്പുരാന്റെ കല്ലറയുടെ അനുഭവം കൂടി ശ്രദ്ധിച്ചു നോക്കൂ. അവനെ കബറിൽ വെച്ചു, പക്ഷേ തുറക്കപ്പെട്ട കല്ലറയിൽ അവൻ മാലാഖമാരെ ആക്കിയിട്ട് യാത്രയായിരിക്കുന്നു. എപ്പോഴും തുറന്ന ഹൃദയത്തോടുകൂടി സ്വീകരിക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷം കാണിച്ചു തരുന്നത്. ജനനസ്ഥലം ആർക്കും കടന്നു ചെല്ലാവുന്ന സ്ഥലം, കുരിശിക്കപ്പെട്ടത് എല്ലാവർക്കും കാണുവാൻ തക്ക വിധത്തിൽ മലയുടെ മുകളിൽ ആർക്കും കടന്നു ചെന്ന് അവൻ്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കാവുന്ന രീതിയിൽ കുരിശിക്കപ്പെടുന്നു. കല്ലറയിലും അവൻ തുറന്ന അനുഭവത്തെ നൽകുന്നു. അവൻ ജീവിതത്തിൽ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ജീവിതത്തിൽ നാം പരിശോധിച്ച് അറിയേണ്ടത്. പലപ്പോഴും നമ്മുടെ കാലം ദൈവത്തെ നിശ്ചയിക്കുന്ന അളവുകോലുകൾക്ക്
മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിശബ്ദതയിലും മൗനത്തിലും ദൈവത്തെ കണ്ടവരാണ് നമ്മുടെ പൂർവിക പിതാക്കന്മാരൊക്കെ. നിശബ്ദതയുടെ അനുഭവത്തിൽ ദൈവത്തെ കണ്ടവർ. പലപ്പോഴും നാം ഇന്ന് ശ്രദ്ധിക്കുന്നത് എവിടെയെങ്കിലും നമ്മളുടെ വികാരങ്ങളെ ഇളക്കുന്ന വലിയ ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ ദൈവത്തെ കാണുവാനാണ്. ഏലിയാവിനുണ്ടായ അനുഭവം വിസ്മരിച്ചു പോകരുത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 11 മുതലുള്ള ഭാഗത്ത് നാം വായിക്കുന്നുണ്ടല്ലോ. ഏലിയാവ് യഹോവയെ കാത്തിരിക്കുകയാണ്. ആദ്യം കൊടുങ്കാറ്റുണ്ടാകും. ഏലിയാവ് പ്രതീക്ഷിച്ചു കൊടുങ്കാറ്റിൽ യഹോവ കടന്നു വരും. കൊടുങ്കാറ്റിൽ കടന്നു വന്നില്ല. അതിനുശേഷം ഇടിമുഴക്കം ഉണ്ടാകുന്നു. അപ്പോഴും ഏലിയാവ് പ്രതീക്ഷിക്കുകയാണ്, ഇടിമുഴക്കത്തിൽ ദൈവത്തെ കാണുവാൻ സാധിക്കും. ഇടിമുഴക്കത്തിലും ദൈവത്തെ കാണുന്നില്ല. അഗ്നി ഉണ്ടാകുന്നു. സർവ്വതും ദഹിപ്പിച്ചു കളയുന്ന അഗ്നിയിൽ സർവപ്രതാപവാനായി യഹോവ പ്രത്യക്ഷപ്പെടുമെന്ന് പ്രവാചകൻ പ്രതീക്ഷിച്ചു. അവിടെയും യഹോവയുടെ സാന്നിധ്യം പ്രവാചകൻ അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം നാം വായിക്കുന്നുണ്ട്, അതിനുശേഷം ഒരു മൃദുസ്വരമുണ്ടായി. ഒരു മൃദുസ്വരമുണ്ടായപ്പോൾ അത് യഹോവയുടെ സാന്നിധ്യമായി പ്രവാചകന് അനുഭവിക്കുവാൻ ഇടയായി. ഭവനത്തിലായിക്കൊള്ളട്ടെ, ദേവാലയങ്ങളായിക്കൊള്ളട്ടെ, കൂട്ടമായി കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലായിക്കൊള്ളട്ടെ, ശാന്തതയിൽ നിന്റെ ദൈവം ഇറങ്ങി വരും. ശാന്തതയുള്ളവരോട് കൂടെ അവൻ വസിക്കും. അതുകൊണ്ടാണല്ലോ സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി എന്നാണ്. തീ പരിശുദ്ധാത്മാവിൻ്റെ അടയാളമായി അല്പം മുമ്പ് നാം മനസ്സിലാക്കിയതുമാണ്. ശാന്തമായി ധ്യാനിക്കുമ്പോൾ അവൻ ഇറങ്ങി വരും. ശാന്തമായി പ്രാർത്ഥിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാൻ നമുക്കാവും. ആരവങ്ങൾ സൃഷ്ടിക്കുന്ന ആത്മീയത അല്ല നമുക്ക് വേണ്ടത്. ദൈവതിരുസന്നിധിയിൽ കണ്ണുനീരോടും കരച്ചിലോടും കൂടെ ഇരിക്കുവാൻ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ്. ഏവർക്കും സുപരിചിതമായ ഒരു നോവലാണ് വിശ്വപ്രസിദ്ധ ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റ് എന്നുള്ളത്. സാന്റിയാഗോ എന്ന ഒരു ഇടയ ബാലനെ പറ്റിയാണ് പറയുന്നത്. ഈ ഇടയ ബാലൻ നിധി അന്വേഷിച്ച് യാത്രയാവുകയാണ്. യാത്രയാകുന്ന ഈ സാന്റിയാഗോ വളരെ ദൂരം സഞ്ചരിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് അവൻ തിരിച്ചറിയുന്നത്, താൻ അന്വേഷിച്ചു വലഞ്ഞ ഈ നിധി സ്ഥിതി ചെയ്തത് തൻ്റെ ജന്മഭൂമിയിലും, താൻ ആടുമേയിച്ച് നടന്ന കർമ്മഭൂമിയിലും, താൻ ശാന്തമായിരുന്ന ദേവാലയത്തിൻ്റെ പടവുകളിലും, താൻ അനുദിനം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വഴിത്താരകളിലുമാണെന്ന്. നമ്മുടെ ദൈവാനുഭവവും ഇതേപോലെ തന്നെയാണ്. ദൈവം ഹൃദയത്തിലുണ്ട്, സമീപമുണ്ട്, ജീവനോട് ചേർന്നുണ്ട്. കലാഭവന്റെ സ്ഥാപകനായ ആബേലച്ചൻ മലയാളക്കരയെ പാടി പഠിപ്പിച്ച ഒരു ഗാനമുണ്ടല്ലോ, ഈശ്വരനെ തേടി ഞാൻ അലഞ്ഞു, കടലുകൾ കടന്നു ഞാൻ നടന്നു. അതിൻ്റെ അവസാനം വളരെ ഹൃദയത്തിൽ തൊടുന്ന 2 വരികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒടുവിലൻ മനസ്സിലേക്ക് ഞാൻ തിരിഞ്ഞു, അവിടെയാണ് ഈശ്വരൻ്റെ വാസം. ഇതെന്നാണ് നാം തിരിച്ചറിയുന്നത്? അരികിലുള്ള ദൈവത്തെ നഷ്ടപ്പെടുത്തിയിട്ട് അകലങ്ങളിലുള്ള ദൈവത്തെ തേടി യാത്രയാകുമ്പോൾ കുരിശിതൻ കരയുന്നുണ്ട്. അവൻ്റെ കണ്ണുനീരുകൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. അരികിലുള്ള ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് ഇടയാവണം. നഷ്ടപ്പെട്ട ജീവിത സന്തോഷങ്ങളെ കരുതലോടെ, കാവലോടെ, അനുകമ്പാപൂർവം അവൻ നമ്മുടെ കൈകളിലേക്ക് ഭരമേൽപ്പിക്കും എന്നതിന് യാതൊരു സംശയവും വേണ്ട. എന്നാൽ അവൻ കരങ്ങളിലേക്ക് ഈ അനുഗ്രഹങ്ങളെ നൽകുമ്പോൾ ഇത് എൻ്റെ മഹത്വം കൊണ്ട് സംഭവിച്ചതാണെന്ന് ചിന്തിക്കുവാൻ ഒരിക്കലും ഇടയാകരുത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഫെലിസ്ത്യ മല്ലനായ ഗോല്യാത്തിനെ മറന്നു പോവുകയും വരുത്. എൻ്റെ കഴിവിൽ
ഞാനത് നിർവഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇടയബാലനായ ദാവീദിൻ്റെ അരികിലേക്ക് അവൻ ചെല്ലുമ്പോൾ ഒരിക്കലും ഗോലിയാത്ത് പ്രതീക്ഷിക്കുന്നില്ല തൻ്റെ ജീവിതം അവിടെ അവസാനിക്കുമെന്ന്. അഹങ്കാരത്തോടുകൂടി ദൈവതിരുസന്നിധി നിൽക്കുവാനിടയാകാതെ ദൈവമാണ് സകല ദാനങ്ങളും നൽകിയത് എന്നുള്ളതായ ബോധ്യത്തിൽ അവൻ്റെ സന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്ക് ഇടയാകണം. ഭവനബന്ധങ്ങൾക്കൊക്കെയും വിള്ളലുകൾ വീഴുന്ന കാലത്താണ് നാം ജീവിക്കുന്നത്. പലപ്പോഴും നമ്മുടെ മക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ ഭവനത്തിൽ നിന്ന് അന്യരായി പോകുന്നുണ്ട്, ഭവനത്തിൽ നിന്ന് ദൂരെയായി തീരുന്നുണ്ട്, ഇറങ്ങിപ്പോകുന്നുണ്ട്, വേദനകൾ സൃഷ്ടിക്കുന്നുണ്ട്. കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്കാവുമെങ്കിൽ തിരികെ പോയവരൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരും. മുടിയനായ പുത്രൻ്റെ ഉപമ പഠിപ്പിക്കുന്നത് അതാണ്. ഒരു പിതാവ് സുബോധത്തോടെ അവന് വേണ്ടി ഉണർന്നിരുന്നു. ആ പിതാവ് ഉണർന്നിരുന്നത് കൊണ്ട് മുടിയനായ പുത്രന് സുബോധം ലഭിച്ചവൻ തിരികെ വന്നു. ഒരു ഭവനത്തിൽ മാതാവും പിതാവും സുബോധത്തോടുകൂടി പ്രാർത്ഥനാപൂർവ്വം മക്കൾക്കായി ജാഗരിക്കുന്നുണ്ടോ? നഷ്ടങ്ങൾ ഉണ്ടാവുകയില്ല. ആരും അന്യരായി പോവുകയുമില്ല. ആരും ആ സ്നേഹത്തെ മറികടന്ന് യാത്രയാവുകയുമില്ല. സുബോധത്തോടെ ഉണർന്നിരിക്കുന്ന മാതാപിതാക്കളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളും ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സഭയും നമുക്കുണ്ടാകണം. പലപ്പോഴും സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുവാൻ നോക്കുന്നവരാണ് നാം. സ്വന്തം ജീവിതം സുരക്ഷിതമാക്കുവാൻ നോക്കുന്നവരെയൊക്കെ കർത്താവ് വിളിക്കുന്നത് സാത്താനെന്നാണ്. അതുകൊണ്ടാണല്ലോ പത്രോസ് ശ്ലീഹ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെന്നിട്ട് അവനോട് പറയുന്നു, അരുതേ, നിനക്കിത് സംഭവിക്കരുതേ, നിന്റെ ജീവിതം സുരക്ഷിതമായിരിക്കണം, നിനക്കിത് സംഭവിക്കരുതേ. ഉടനെ കർത്താവ് പത്രോസിനെ വിളിക്കുന്നത് സാത്താനെ എന്നാണ്. ജീവിതം സുരക്ഷിതമാക്കുവാൻ നോക്കുന്നവരിലൊക്കെ സ്നേഹത്തിൽ പൊതിഞ്ഞ സാത്താനുണ്ട്. ജീവിതം സുരക്ഷിതമാക്കുവാനല്ല അവൻ പറഞ്ഞത്, പ്രാർത്ഥനയോടെ ദൈവദാനത്തിനായി കാത്തിരിക്കുക. അവൻ അനുഗ്രഹങ്ങളെ ജീവിതത്തിന് നൽകും. ഒരപ്പൻ്റെ കാത്തിരിപ്പ് ഈ മകനെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ നാമും നമ്മുടെ ഭവനങ്ങളിൽ കാത്തിരിക്കാം. നഷ്ടപ്പെട്ടു പോയവരൊക്കെയും തിരികെ വരും. ക്രിസ്തു നമ്മുടെ കൈകളിൽ ഫലമേൽപ്പിക്കും, യാതൊരു സംശയവും വേണ്ട. നയീനിലെ വിധവയോടെന്നോണം നമ്മുടെ ജീവിതത്തോടും അവന് കരുണ തോന്നും. കാഴ്ചകൾ ഏറെയുള്ള നയീൻ എന്ന സ്ഥലത്ത് അവൻ വന്നിട്ടും അവൻ കണ്ടത് കണ്ണുനീരിൻ്റെ കാഴ്ചയെയാണ്. മനസ്സലിഞ്ഞത് ആ വിധവയോടാണ്. അവളുടെ മകനെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. കരുതലോടെ അവൻ അവളുടെ മകനെ അവളുടെ കൈകളിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തു. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും അവൻ കൈകളിൽ ഭരമേൽപ്പിക്കുന്ന അനുഭവം ഉണ്ടാകട്ടെ. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്നും വെളിച്ചമാണ്. അതിനുത്തമ ഉദാഹരണമാണ് യേശുവിൻ്റെ ജനന സമയത്ത് പാതിരാത്രിയിൽ ആകാശത്ത് താരകം ഉദിച്ചു നിന്നു. അവൻ ജനിച്ചു. അവനെ കാണണമെന്ന് ആഗ്രഹിച്ച ആട്ടിടയന്മാർക്കും വിദ്വാൻമാർക്കും ഒക്കെ സാക്ഷ്യമായി വഴി കാണിക്കുന്നതായി താരകം ആകാശത്ത് ഉദിച്ചു നിന്നു. ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ ഏത് അർദ്ധരാത്രിയിലും പ്രകാശം ഉദിക്കും. ക്രിസ്തു കൂടെ ഇല്ലെങ്കിൽ ഏത് മധ്യാഹ്നത്തിലും കൂരിരുളായിത്തീരും. അതാണ് കർത്താവിൻ്റെ കുരിശീകരണ സമയത്ത് നാം കണ്ടത്. അവൻ്റെ കുരിശീകരണ സമയത്ത് മധ്യാഹ്നമായിരുന്നു, നട്ടുച്ചയായിരുന്നു. പക്ഷേ സുവിശേഷത്തിൽ വായിക്കുന്നു, കൂരിരുളായിപ്പോയി, എങ്ങും ഇരുട്ട് വ്യാപിച്ചു. ക്രിസ്തു കൂടെയുണ്ടോ എന്ന് ഹൃദയത്തിൽ കൈവച്ച് ചോദിക്കുവാൻ നമുക്ക് ഇടയാവട്ടെ. അവൻ കൂടെയുണ്ടെങ്കിൽ ജീവിതം സന്തോഷമാണ്, കൂടെയില്ലെങ്കിൽ ജീവിതത്തിൽ നിരാശയാണ്. നിരാശയുടെ അനുഭവത്തിലേക്കല്ല അവൻ നമ്മെ വിളിക്കുന്നത്, പ്രത്യാശയുടെ മക്കളായി തീരുവാനാണ്. കർത്താവിൻ്റെ കുരിശ് മാത്രം മതി ജീവിതത്തിൽ ആശ്രയത്തിന്, ആലംബമായി ബലപ്പെടുവാൻ. ഈ ലോകത്തിലെ വേറെ യാതൊന്നും വേണ്ട. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ ദൈവം വിചാരിക്കണം. ശയന നമസ്കാരം ചൊല്ലി 4-ാമത്തെ സങ്കീർത്തനം അവസാനത്തെ വാക്ക് നാം പറയുന്നതും അതാണല്ലോ,
ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ എന്നെ അടക്കത്തോടെ വസിക്കുമാറാക്കുന്നത്. അവൻ ഉറക്കിയാൽ മാത്രമേ സമാധാനത്തോടെ ഉറങ്ങുവാൻ പറ്റുകയുള്ളൂ. ആ ബോധ്യത്തിൽ ദൈവതിരുസന്നിധിയിൽ ആയിരിക്കുവാൻ നമുക്ക് ഇടയാകട്ടെ. സർവശക്തൻ സകല അനുഗ്രഹങ്ങളാലും നമ്മെ നിറയ്ക്കട്ടെ. ശിരസ്സുകൾ നമിക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിനാൽ അനുദിനം വിശുദ്ധീകരിക്കുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ പ്രകാശീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിനാൽ സമൃദ്ധമായ ജീവനിലേക്ക് ഞങ്ങളെ വിളിക്കുന്നതിനാൽ സ്തോത്രം. ദൈവമേ, വിശുദ്ധീകരണവും പ്രകാശീകരണവും ജീവനുമുള്ളവരായി ഞങ്ങൾക്ക് മാതൃകയായി തീർന്ന പരിശുദ്ധനായ പരിമല പിതാവിനെ പോലെ നിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയിൽ കൂടി നിന്റെ ഹൃദയത്തെ തൊടുവാനും പ്രാർത്ഥനയിൽ കൂടി അനേകരുടെ ഹൃദയത്തെ തൊടുവാനും ഞങ്ങൾക്കിടയാകണമേ. നയീൻ എന്ന പട്ടണത്തിലേക്ക് നീ കടന്നു ചെന്നപ്പോൾ അവിടെയുള്ള വിധവയുടെ കണ്ണുനീരിനെ കാണുകയും മറ്റു കാഴ്ചകളിലേക്കൊന്നും നിന്റെ ദൃഷ്ടിയെ പായിക്കാതെ ആ വിധവയുടെ പ്രയാസത്തെ സന്തോഷമാക്കി നീ മാറ്റിക്കൊടുക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങളുണ്ട്, കണ്ണുനീരുകളുണ്ട്, കരച്ചിലിൻ്റെയും വേദനയുടെയും അനുഭവങ്ങളുണ്ട്. നീ നോക്കിക്കാണണമേ, എവിടെയായിരുന്നാലും നീ നോക്കിക്കാണണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ, നിന്റെ നല്ല മക്കളാക്കി തീർക്കണമേ. കരുതലോടെ ഞങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ സകലതിനെയും ഞങ്ങളുടെ കൈകളിൽ നീ ഭരമേൽപ്പിക്കണമേ. നിന്റെ പുനരാഗമന നാളിൽ മുഖലജ്ജ കൂടാതെ തിരുസന്നിധി നിൽക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ